ഹലോ, ഇന്നിപ്പോൾ 11-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് രാവിലെ ആയിരുന്നു പണി. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇന്ന് 1:30-ക്ക് ജോലി കഴിയും. നോക്കിയപ്പോൾ 1:45 മുതൽ 5:15 വരെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ എടുത്തു. അപ്പോൾ അതങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യാടിയിൽ നിന്ന് സാധനങ്ങളെടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞ പോലെ ഈ നേരങ്ങളിലെടുത്ത ഡെലിവറി കിട്ടുവാണെങ്കിൽ എന്താ പറയുക, ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ കൊടുക്കാനുണ്ടാവുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതുപോലെയാണ്. ഇപ്പോൾ ഇന്ന് എനിക്ക് ഏകദേശം ഒരു 41 പാർസലുകളുണ്ട്. പക്ഷേ കൊടുക്കേണ്ട വീടുകൾ ആകെ 27 27 വീട്ടിൽ കൂടിയിട്ടാണ് ഈ 41 സാധനങ്ങൾ കൊടുക്കാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് 3.5 മണിക്കൂറിൻ്റെ ഓട്ടോ ആണ്. പക്ഷേ മിക്കവാറും ഒരു 2 മണിക്കൂർ കൊണ്ട് തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർന്നു കഴിഞ്ഞാൽ ബാക്കി സമയം ലാഭം. അപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ വഴി ഞാനിപ്പോൾ ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട്, ഇതിന് മുമ്പ് ഈ വഴി കൂടെ വന്നിട്ടുണ്ട്. വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ സൈഡിലേക്ക് വരുന്നത്. ഇന്നത്തെ ഡെലിവറിക്ക് വേറൊരു മെനക്കേടും കൂടി ഉണ്ട്. സാധാരണ എന്ന് പറയാൻ പറ്റില്ല, ചില ദിവസങ്ങളിൽ കിട്ടണതാണ്. ഇപ്പോൾ കുറച്ച് കാലമായി അങ്ങനെ കിട്ടിയിട്ട്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ എത്ര പാർസലുണ്ടോ ആ പാർസലുകൾ ഇപ്പോൾ ഒരു 40 ഉണ്ടെങ്കിൽ അതിൻ്റെ 1 തൊട്ട് 40 വരെ ആയിരിക്കും. അതിൻ്റെ ഓരോന്നിൻ്റെ നമ്പറുകൾ അവരിട്ടുണ്ടാവുക. അപ്പോൾ 1 എഴുതിയിട്ടുള്ള സാധനമായിരിക്കും നമുക്ക് ആദ്യത്തെ വീട്ടിൽ കൊടുക്കേണ്ടത്. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഡെലിവറിയുടെ പാർസലുകളുടെ എണ്ണം. അപ്പോൾ നമുക്ക് യാടിയിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് എണ്ണ അനുസരിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആദ്യത്തെ കുറച്ചെണ്ണം ഒരു സ്ഥലത്ത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ഡെലിവറിയുടെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓർഡർ ഒന്നുമില്ല. ഇതിപ്പോൾ 1 മുതൽ എന്നുള്ള നമ്പറുകളിലല്ല സാധനം കിട്ടിയിട്ടുള്ളതും. ഇപ്പോൾ എനിക്കിപ്പോൾ ആദ്യത്തെ ഡെലിവറി കൊടുക്കേണ്ടത് 399 എഴുതിയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ 400 അങ്ങനെ വരുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ അങ്ങനെ വരാം, അല്ലെങ്കിൽ ഇടയൊന്നും ആവാം. ഒരു ഉറപ്പില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 399 സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞെങ്കിലും എന്താ പറയുക, അടുത്തത് അല്ല 399-നും മുമ്പത്തെ നമ്പറുകളും എനിക്ക് എടുക്കാൻ ഞാൻ ഇതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴാണ് വരികയെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇന്നത്തേൽ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിരുന്നത് ഗോപ്രോയിലായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഗോപ്രോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാപ്പ് ഇടുന്നത് ഇതിൽ തന്നെയാണ്. അപ്പോൾ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ മാപ്പ് നോക്കണം, പിന്നെ ക്യാമറ എടുത്ത ഇടയിൽ വീഡിയോ നോക്കി എടുക്കണം. പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെക്കുന്നത് കൊണ്ട് ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകണം. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്റ്റക്കായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടിയോ എന്ന് പെട്ടെന്ന് എനിക്കൊരു സംശയം വന്നു. സാധാരണ എല്ലായിടത്തും 30-ലാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇത് മുമ്പ് ഒരിക്കൽ 40 കണ്ടിട്ടുള്ളതുകൊണ്ട് 40-ൽ എടുത്തായിരുന്നു. പെട്ടെന്ന് കൺഫ്യൂഷനായി, 30 ആണോ 40 ആണോ ഇനി ക്യാമറ അടിച്ചോ. കാരണം ക്യാമറ കണ്ടപ്പോൾ ഓർത്തത് സ്പീഡ് കൂടിയോ ഇല്ലയെന്ന്. പക്ഷേ കറക്റ്റായിരുന്നു, 40-ൽ ഇനി ഞാൻ പോയായിരുന്നു. ഇവിടുത്തെ ലിമിറ്റ് 40 അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ ഡെലിവറികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ 27 ഉള്ളതിൽ 17 ഏകദേശം കഴിഞ്ഞു. ഇന്നത്തെ ഡെലിവറികളിൽ അധികവും ഇപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നത് മൊത്തവും എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഇതിപ്പോൾ ആസ്റ്റൺ മറീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ട് പോലത്തെ ഒരു സ്ഥലം എന്തോ ആണ്. അപ്പുറത്തെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കനാല് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഹൗസ് ബോട്ട് പോലെ ഉള്ളതൊക്കെ ആയിട്ട് ഹൗസ് ബോട്ടും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ഞാൻ
ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കയറണമെങ്കിൽ അവിടെ ബുക്കിംഗ് ഉള്ളവർക്ക് ഇനി കയറാൻ പറ്റുള്ളൂ. അവിടെ കുറേ ബോട്ടുകൾ എടുക്കുന്നത് കാണാം. എന്ത് ചെയ്യാം, ഗോപ്രോ ഇല്ലാത്ത കാരണം ഫോൺ ഇതുമ്പോൾ എടുക്കാൻ നിർത്തിയില്ല. ഇനിയിപ്പോൾ നാളെ മുതൽ എന്താ പറയുക, ഗോപ്രോ എടുത്തിട്ട് വേണം ജോലിക്ക് വരണമെങ്കിൽ. അപ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ടില്ല, ഗോപ്രോയിൽ എടുക്കാമല്ലോ. അതിന് റിസ്ക്കാണ്, മറ്റേ സൂം ചെയ്യാനൊന്നുമില്ല, പക്ഷേ എടുക്കാൻ സൗകര്യമാണ് അതിൽ. അപ്പോൾ ഇപ്പം തന്നെ വന്ന വീടല്ല, കടയാന്നുകൊണ്ട് മറ്റേ കഫേ പോലുള്ളൊരിതാ. ഇവിടെ വണ്ടി വന്ന് നിർത്തിയപ്പോഴേക്കും ഇവിടെ ഞാൻ വരുന്ന വഴിക്ക് ഒരാള് ഒരു 5-6 പട്ടികളെ ഒരുമിച്ച് നടത്തിക്കാൻ ഇറങ്ങിയിട്ടായിരുന്നു. അത് ഇവിടുത്തെ ആളായിരുന്നു. ഞാനിവിടെ വന്നപ്പോഴേക്കും പട്ടികളെല്ലാം കൂടി, പട്ടികൾ മറ്റേ ആള് കഴുത്തിൽ ചങ്ങലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അഴിച്ചിട്ടേക്കായിരുന്നു. ഇതെല്ലാം കൂടി വണ്ടിയുടെ അടുത്തേക്ക് വന്നു. പേടിച്ചു പോയി. എന്നിട്ട് ആൾക്ക് എൻ്റെ ഇരിപ്പ് കണ്ട പേടിയെന്ന് മനസ്സിലായി, പുറത്തേക്ക് ഇറങ്ങാണ്ട്. അപ്പോൾ പിന്നെ ആള് നേരെ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് തപ്പി സാധനം എടുത്ത് കൊടുത്തു അയാൾക്ക്. ഇങ്ങനത്തെ സ്റ്റോപ്പ് ഒരു ഫാം ഹൗസിലേക്ക് എന്തോ ആണ്. ഈ ഫാം ഹൗസുകളിലെ പ്രശ്നം ഇതാണ്, അതായത് ഭയങ്കര ഉള്ളിലേക്ക് പോയിട്ടായിരിക്കും. അതിൻ്റെ റോഡാണെങ്കിൽ ഫുള്ള് കുണ്ടും കുഴിയും, ഒരു ടാർ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഫാം ഹൗസിലേക്ക് വരുന്നവർ മറ്റേ വലിയ ടയറുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഈ എന്താ പറയുക, ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമൽ ചെറു കാറിൽ പോകുമ്പോഴാണ്. തുടക്കത്തിൽ ഡെലിവറി ചെയ്തോണ സമയത്ത് ഇതേമാതിരത്തെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് അടിതട്ടലും, അതും വിൻ്റർ ടൈമിൽ വെളിച്ചം ഉണ്ടാവില്ല, ആൾക്കാരും ഉണ്ടാവില്ല, ആകെ മൊത്തം ഒറ്റപ്പെട്ട ഒരു സ്ഥലവും. പേടിയാവും ചില സമയത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ പോകുമ്പോൾ. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്, വണ്ടി എന്തെങ്കിലും ഇങ്ങനത്തെ കുഴികളിൽ എന്തായാലും പെട്ട് വണ്ടി സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നുള്ളതാണ് മെയിൻ പേടി. അത് എന്താ ചെയ്യാൻ പറ്റാന്ന് അറിയില്ല, ഇനി ആരെ വിളിക്കുന്ന അറിയില്ല, ആകെ മൊത്തം പണിയായിട്ടുണ്ട്. ഇതിപ്പോൾ പറഞ്ഞ് അടി തട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഈ സൈഡിൽ തോടെ ചേർത്ത് എടുക്കണം. ഉള്ള പുല്ലും കമ്പും എല്ലാതും വണ്ടിയും ഉരഞ്ഞ് വണ്ടിയും നല്ല ഡിസൈൻ വരും. ഡെലിവറിയുടെ പൈസയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വലിയ മേലനം കണ്ട് നല്ല പൈസ കിട്ടുന്നുണ്ടെങ്കിലും ഇതുപോലെ കുറേ പണികളും കിട്ടും. അതിൻ്റെ ഇടയിൽ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയും പോകും. ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നല്ലൊരു ഏരിയ. കാണുന്ന വീടാണ് സ്ഥലം. ഈ ഒരു ഭാഗത്ത് വേറെ വീടുകളൊന്നും ഇല്ലാതുണ്ട്. ഇവിടെ മാറി പള്ളിയുണ്ട്, വേറെ വീടും ഒന്നുമില്ല. അങ്ങനെ ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞു. ഒരു 4:40 ആയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോവാ. അവസാനത്തെ ഡെലിവറിക്കുള്ള വീടിൻ്റെ നേരത്തെ കാണിച്ച വീട്ടിലേക്ക് പോയ വഴിയാണ് ഈ കാണുന്നത്. ഒരു കാട് പിടിച്ച പോലത്തെ ഒരു ഇടവഴി. ഇനി നേരെ വീട്ടിൽ പോകണം. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് വേറെ കുറച്ച് പണിയുണ്ട്. കുറച്ച് പണിയെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 6-7 മാസം മുമ്പ് വണ്ടിയുടെ ക്ലച്ചിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ ആ കംപ്ലൈൻറ്റ് വെച്ചിട്ടാണ് ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ഇനിയിപ്പോൾ റെഡിയാക്കണോ വേണ്ടേ എന്നുള്ളൊരു ഇതിൽ നിന്നായിരുന്നു. ഇപ്പോൾ തോന്നി ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഞാൻ മുമ്പ് ഒരിക്കൽ ഞാൻ സ്ഥിരം കൊടുക്കുന്ന സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവർ ഏകദേശം ഒരു 700 പൗണ്ട് ആവുമെന്നാണ് പറഞ്ഞ്. അത് ക്ലച്ച് മൊത്തത്തിൽ മാറാനായിട്ട്. അതായത് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ കണക്കിന് ഏകദേശം ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്താവും. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടിരുന്നായിരുന്നേ, ഈ വേണമെങ്കിൽ വണ്ടി വിൽക്കാന്നുള്ളതിൽ. അപ്പോൾ പിന്നെ വണ്ടി എന്താ പറയുക, റെഡി ആക്കിയാലോ എന്നുള്ള ചിന്തയിലാണ്.
അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പോയ വർക്ക്ഷോപ്പിലൊന്ന് പോകണം, ആളോട് ചോദിക്കണം എത്രയാവുമെന്ന്. മുമ്പ് ഞാൻ ചോദിച്ചത് വേറെ സ്ഥലത്താണ്, അവർ 700 എന്ന് പറഞ്ഞത്. പുള്ളിയോട് ചോദിക്കണം എത്രയാവുമെന്ന്. വലിയ 700 ഒരിക്കൽ ഞാൻ നൈസായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ പുള്ളി ഒരു 500 ആ ഒരു റേഞ്ചാണ് പറഞ്ഞത്. ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. എന്നിട്ട് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആണെങ്കിൽ ഈ ആഴ്ച തന്നെ വണ്ടി പണിക്ക് കയറ്റാന്ന് വിചാരിക്കണം. 2 ദിവസം കൊണ്ട് മാറി കിട്ടുമായിരിക്കും. വെറുതെ ഇനിയിപ്പോൾ ക്ലച്ച് കംപ്ലൈൻ്റ് ഉള്ളത് വെച്ച് ഓടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. കാരണം ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ചൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തത്തിൽ ട്രാപ്പാവും. അത് കാരണം പോയി അന്വേഷിക്കട്ടെ. അപ്പോൾ ശരി, വീട്ടിൽ പോകണം. അപ്പോൾ ശരി, ബായ്.